മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പേ ഒരു ചോദ്യം. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്താലും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? ശമ്പളം കിട്ടിയാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരുന്നുണ്ടോ? പുതിയ വരുമാന അവസരങ്ങൾ നിങ്ങളെ തേടി വരാറില്ലേ? ഇതോ അല്ലെങ്കിൽ പണം വരാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വന്നു പോകുന്നുണ്ടോ? വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് പറയുന്നത്? ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഭാഗ്യം മഹാമോശമാണ്. എൻ്റെ കൈ ഓട്ടക്കൈയാണ്. എൻ്റെ കയ്യിൽ ഒരിക്കലും പണം നിൽക്കുകയില്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവുകളാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. പ്രശ്നം നിങ്ങളുടെ ഭാഗ്യമല്ലെങ്കിൽ, പ്രശ്നം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ, പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായി ഒളിഞ്ഞു കിടക്കുന്ന ചില വിശ്വാസങ്ങളാണെങ്കിൽ, അതിനെയാണ് പല വ്യക്തിവികസന പരിശീലകരും മണി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് മണി ബ്ലോക്ക് എന്താണ്, ബാല്യകാലം മുതൽ അത് എങ്ങനെ നമ്മുടെ മനസ്സിനെ പതിയുന്നു, മണി ബ്ലോക്ക് നിങ്ങളിൽ ഉണ്ടോ, അതെങ്ങനെ തിരിച്ചറിയാം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. വീഡിയോ അവസാനം വരെ കാണുക. അവസാനത്തിൽ ഞാൻ പറയുന്ന ചെറിയൊരു എക്സസൈസ് നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ചിന്താരീതിയെ തന്നെ മാറ്റാൻ സഹായിച്ചേക്കാം. ഒരു ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 2 പേരും ഒരേ സ്കൂളിൽ പഠിച്ചു, ഒരേ സാഹചര്യത്തിലാണ് വളർന്നത്. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സുകാരനായി മാറി. മറ്റേയാൾ ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ തുടരുന്നു. എന്തുകൊണ്ടായിരിക്കും? വിദ്യാഭ്യാസം 2 പേർക്കും ഏകദേശം ഒരേപോലെയായിരുന്നു. അവസരങ്ങളും പലപ്പോഴും സമാനമായിരുന്നു. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഒരാൾ ബാല്യത്തിൽ മുതൽ കേട്ടത് പണത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളായിരുന്നു. എന്നാൽ മറ്റേയാൾ കേട്ടത് പാവപ്പെട്ടവർക്ക് ഒരിക്കലും പണക്കാരനാവാൻ കഴിയില്ല, നല്ല മാർഗത്തിലൂടെ ഒരിക്കലും പണം സമ്പാദിക്കാൻ കഴിയില്ല, പണക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, വലിയ സ്വപ്നങ്ങൾ സാധാരണക്കാരുടെ കാര്യമല്ല. കാലക്രമേണ ഈ വാക്കുകൾ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു. ഒന്നാലോചിക്കൂ. പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൂടെയും കടന്നു പോയിട്ടില്ലേ? ഇതാണ് മണി ബ്ലോക്ക് എന്ന ആശയം വിശദീകരിക്കുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മണി ബ്ലോക്ക് എന്നത് ഒരു അദൃശ്യ മതിലല്ല, അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളെ പുതിയ അവസരങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും, സാമ്പത്തികമായി വളരുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ട് വളർന്ന ഒരാൾ എന്തു ചെയ്യും? അവൻ പുതിയ അവസരങ്ങൾ വന്നാലും ശ്രമിക്കാതെ വിട്ടുകളയും. കാരണം അവൻ്റെ മനസ്സ് ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞു, ഇത് നടക്കില്ല, നടന്നാലും ഞാനിതിൽ വിജയിക്കില്ല. പണക്കാരെല്ലാം മോശക്കാരാണ്. ഈ വിശ്വാസം വളരെ അപകടകരമാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ഒരു ചോദ്യം ചോദിക്കും: പണം കിട്ടിയാൽ ഞാൻ മോശക്കാരനാകുമോ? അറിയാതെ തന്നെ ചിലർ സ്വന്തം വളർച്ചയെ തടയാൻ തുടങ്ങും. പരാജയ ഭയം. ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാലോ? ഈ ഒരു ചോദ്യം ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നത്തെ കൊല്ലുന്ന ഒരു വില്ലനാണ്. വിജയഭയം. വിജയത്തെയും ചിലർ ഭയക്കുന്നു. ആളുകൾ എന്ത് പറയും? എൻ്റെ കുടുംബം എങ്ങനെ പ്രതികരിക്കും? ഞാൻ നല്ല മാർഗത്തിലൂടെയല്ല ഈ പണം സമ്പാദിച്ചത് എന്ന് വിചാരിക്കുമോ? ഈ ചിന്തകളെല്ലാം തന്നെ നിങ്ങളെ പുതിയ അവസരങ്ങളിൽ നിന്ന് അകറ്റുന്നു. ഞാൻ ഇതിനർഹനല്ല, ഇത്ര വലിയ ജീവിതം എനിക്ക് കിട്ടില്ല, ഞാൻ ഇതിന് യോഗ്യനല്ല. ഇത്തരം വിശ്വാസങ്ങൾ ആത്മവിശ്വാസം കുറയ്ക്കുകയും തീരുമാനങ്ങളെ ബാധിക്കുകയും ചെയ്യും. പണം വന്നാൽ അത് നഷ്ടമാകും. അതിനാൽ വരുമാനം കൂടിയാലും ചിലർ അറിയാതെ തന്നെ അമിതമായി ചെലവഴിക്കും. അവസാനം വീണ്ടും വട്ടപൂജ്യമായി മാറും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് ഒന്നും നേടാനായില്ല. ഈ ചിന്ത നിങ്ങളുടെ ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും കുറക്കും. ഇനി ഇതിൽ നിന്നെല്ലാം എങ്ങനെ മറികടക്കാം എന്ന് നോക്കണ്ടേ? ഒരു പേപ്പർ എടുക്കുക. പണത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതുക. പണം എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഓരോ വിശ്വാസത്തിൻ്റെയും മുമ്പിൽ നിങ്ങൾ തന്നെ മറുചോദ്യം ചോദിക്കുക: ഇതിന് യഥാർത്ഥമായ തെളിവുകളുണ്ടോ? അല്ലെങ്കിൽ ഇത് ഞാൻ ആരിൽ നിന്നാണ് പഠിച്ചത്? ശേഷം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പുതിയ വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുക. അതോടൊപ്പം സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക, ബഡ്ജറ്റ് തയ്യാറാക്കുക, വരുമാനം വർദ്ധിക്കാൻ പുതിയ കഴിവുകൾ പഠിക്കുക, നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കുക, സ്ഥിരമായി പ്രവർത്തിക്കുക. ഓർക്കുക, മനോഭാവം എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പ്രവർത്തനമില്ലാതെ മനോഭാവം കൊണ്ട് മാത്രം ഫലം നിൽക്കില്ല. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ചാലഞ്ച്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക: പണത്തെക്കുറിച്ച് എന്നെ പിന്നോട്ട് വലിക്കുന്ന 3 വിശ്വാസങ്ങൾ ഏതൊക്കെയാണ്? അതിന് താഴെ ഇനി നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന 3 പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, സമ്പത്ത് ആദ്യം പിറക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, അത് നമ്മുടെയെല്ലാം മനസ്സിലാണ്. സാമ്പത്തികമായി മുന്നേറണം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. മണി ബ്ലോക്ക് മാറാനും ജീവിതത്തിൽ ഉന്നതി വേണമെന്നും ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. തുടക്കത്തിൽ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് എല്ലാവരെയും പരിഗണിക്കുന്നതായിരിക്കും. നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു യൂണിവേഴ്സ്.